ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് കോപ്പറേറ്റീവ് ലോയിലെ സെക്ഷൻ 28B സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ഇലക്ഷൻ കമ്മീഷനെ കുറിച്ച് നോക്കാം. സെക്ഷൻ 28B ആൻഡ് റൂൾ 35Bയിലാണ് സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ഇലക്ഷൻ കമ്മീഷനെ കുറിച്ച് പറയുന്നത്. സൊസൈറ്റിയിലെ ഇലക്ഷൻ കണ്ടക്ട് ചെയ്യുന്നത് സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ഇലക്ഷൻ കമ്മീഷനാണ്. അതായത് പ്രസിഡൻറ്റ്, വൈസ് പ്രസിഡൻറ്റ്, റെപ്രസെൻറ്റേറ്റീവ് ജനറൽ ബോഡി എന്നിവയുൾപ്പെടെ എല്ലാ സൊസൈറ്റികളുടെയും ഇലക്ഷൻ കണ്ടക്ട് ചെയ്യുന്നത് സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ഇലക്ഷൻ കമ്മീഷനാണ്. സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ഇലക്ഷൻ കമ്മീഷനെ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തിരിക്കുന്നത് ഗവൺമെൻറ്റാണ്. സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ഇലക്ഷൻ കമ്മീഷൻ്റെ ആസ്ഥാനം ട്രിവാൻഡ്രത്താണ്. ഇനി ഈ സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ഇലക്ഷൻ കമ്മീഷൻ്റെ അംഗങ്ങൾ 3 പേരിൽ കൂടാൻ പാടില്ല. ഈ 3 പേരിൽ ഒരാൾ ചീഫ് ഇലക്ഷൻ കമ്മീഷണറും ബാക്കിയുള്ളവർ കമ്മീഷണർമാരുമായിരിക്കും. ഈ ചീഫ് ഇലക്ഷൻ കമ്മീഷണർ ഗവൺമെൻറ്റിൻ്റെ സ്പെഷ്യൽ സെക്രട്ടറി റാങ്കിൽ കുറയാത്ത ഒരു ഉദ്യോഗസ്ഥനായിരിക്കണം. അതുപോലെ തന്നെ കമ്മീഷണർമാരെന്ന് പറയുന്നത് സഹകരണ സൊസൈറ്റികളിലെ അഡീഷണൽ രജിസ്ട്രാറിൻ്റെ റാങ്കിൽ കുറയാത്ത ഉദ്യോഗസ്ഥനായിരിക്കണം ഇലക്ഷൻ കമ്മീഷണർമാർ. ഇനി ഇവരുടെ പീരീഡ് എന്ന് പറയുന്നത് 5 വർഷമോ അല്ലെങ്കിൽ 62 വയസ്സോ ആദ്യം തികയുന്നത് ഏതാണോ അതുവരെയാണ് കാലാവധി. ഇനി ഈ ഇലക്ഷൻ്റെ ഫീസ് നിശ്ചയിക്കുന്നത് സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ഇലക്ഷൻ കമ്മീഷണറായിരിക്കും. അപ്പോൾ സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ഇലക്ഷൻ കമ്മീഷനെ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്ത ഗവൺമെൻറ്റാണ്. 3 അംഗങ്ങളാണുള്ളത്. ചീഫ് ഇലക്ഷൻ കമ്മീഷണറും 2 കമ്മീഷണർമാരും. ചീഫ് ഇലക്ഷൻ കമ്മീഷണറുടെ റാങ്ക് ഗവൺമെൻറ് സ്പെഷ്യൽ സെക്രട്ടറിയിൽ കുറയാത്ത റാങ്കുള്ള ഒരു ഉദ്യോഗസ്ഥനായിരിക്കണം. ഇലക്ഷൻ കമ്മീഷണർമാർ കോപ്പറേറ്റീവ് സൊസൈറ്റീസിൻ്റെ അഡീഷണൽ രജിസ്ട്രാർ റാങ്കിൽ കുറയാത്തൊരു ഉദ്യോഗസ്ഥനായിരിക്കണം. ഇവരുടെ പീരീഡ് എന്ന് പറയുന്നത് 5 വർഷമോ അല്ലെങ്കിൽ 62 വയസ്സോ തികയുന്നത് ഏതാണോ അതാണ് പീരീഡ്. ഇലക്ഷൻ്റെ ഫീസ് നിശ്ചയിക്കുന്നത് സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ഇലക്ഷൻ കമ്മീഷനാണ്. റൂൾ 35A പ്രൊസീജിയർ റിഗാർഡിംഗ് കണ്ടക്ട് ഓഫ് ഇലക്ഷൻ to the Committee of Societies by the State Cooperative Election Commission. അതായത് ഒരു സഹകരണ സംഘം ഭരണസമിതിയിലേക്ക് തിരഞ്ഞെടുപ്പ് നടത്തുന്നത് സംബന്ധിച്ചുള്ള നടപടിക്രമങ്ങളാണ് റൂൾ 35Aയിൽ പറയുന്നത്. ഫസ്റ്റ് 1, നിലവിലുള്ള ഭരണസമിതിയുടെ കാലാവധി അവസാനിക്കുന്നതിന് 60 ദിവസം മുൻപ് മീറ്റിംഗ് വിളിച്ചു കൂട്ടുകയും പുതിയ ഭരണസമിതി തിരഞ്ഞെടുപ്പ് നടത്തുന്നതിനുള്ള റെസൊല്യൂഷൻ പാസ്സാക്കിയിരിക്കണം. റിസൊല്യൂഷനിൽ തിരഞ്ഞെടുപ്പിൻ്റെ തീയതി, സമയം, സ്ഥലം എന്നിവ ഉണ്ടായിരിക്കണം. ഇതിൻ്റെ കോപ്പി രജിസ്ട്രാർ മുഖാന്തരം സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ഇലക്ഷൻ കമ്മീഷന് 1 വീക്കിനുള്ളിൽ അയച്ചിരിക്കണം. സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ഇലക്ഷൻ കമ്മീഷൻ ഈ റിസൊല്യൂഷൻ കൈപ്പറ്റിയതിന് ശേഷം ഇലക്ഷൻ നടത്തിപ്പിനായിട്ട് റിട്ടേണിംഗ് ഓഫീസറെ അപ്പോയിൻറ്റ് ചെയ്തിരിക്കണം. അതായത് സഹകരണ വകുപ്പിലെ അഡ്മിനിസ്ട്രേറ്റീവ് ഡിപ്പാർട്ട്മെൻറ്റിലെ ഒരു ഉദ്യോഗസ്ഥനായിരിക്കും റിട്ടേണിംഗ് ഓഫീസർ. അതുപോലെ തന്നെ ഇലക്ട്രൽ ഓഫീസറെയും അപ്പോയിൻറ്റ് ചെയ്യണം. ഇലക്ട്രൽ ഓഫീസറും സഹകരണ വകുപ്പിലെ അഡ്മിനിസ്ട്രേറ്റീവ് ഡിപ്പാർട്ട്മെൻറ്റിലെ ഒരു ഉദ്യോഗസ്ഥനായിരിക്കും. സൊസൈറ്റിയുടെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ പ്രിലിമിനറി വോട്ടേഴ്സ് ലിസ്റ്റ് തയ്യാറാക്കി ഇലക്ട്രൽ ഓഫീസർക്ക് നൽകും. ഇലക്ട്രൽ ഓഫീസറാണ് പ്രിലിമിനറി വോട്ടേഴ്സ് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യുന്നത്. ഇലക്ഷന് 35 ദിവസം മുൻപ് ഫോം നമ്പർ 34 പ്രിലിമിനറി വോട്ടേഴ്സ് ലിസ്റ്റ് സൊസൈറ്റിയുടെ ഹെഡ് ഓഫീസിലും ബ്രാഞ്ചിൻ്റെയും നോട്ടീസ് ബോർഡിൽ പബ്ലിഷ് ചെയ്യും. ശേഷം 7 ദിവസത്തെ സമയം കൊടുക്കും. എന്തെങ്കിലും പരാതി ഉണ്ടെങ്കിൽ അത് ബോധിപ്പിക്കാനായിട്ട് 7 ദിവസത്തെ സമയം കൊടുക്കും. അതിനുശേഷം ഇലക്ഷന് 20 ദിവസം മുൻപ് ഫോം നമ്പർ 35 ഫൈനൽ വോട്ടേഴ്സ് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യും. പ്രിലിമിനറി വോട്ടേഴ്സ് ലിസ്റ്റും ഫൈനൽ വോട്ടേഴ്സ് ലിസ്റ്റും പബ്ലിഷ് ചെയ്യുന്ന ഇലക്ട്രൽ ഓഫീസറാണ്. ഈ ഫൈനൽ വോട്ടേഴ്സ് ലിസ്റ്റിൽ പെടുന്ന എല്ലാ മെമ്പേഴ്സിനും ഐഡൻറ്റിറ്റി കാർഡ് ഇഷ്യൂ ചെയ്തിരിക്കണം. ഇലക്ഷന് 2 ദിവസം മുമ്പ് ഐഡൻറ്റിറ്റി കാർഡ് ഇഷ്യൂ ചെയ്യുന്നത് സ്റ്റോപ്പ് ചെയ്തിരിക്കണം. നോമിനേഷൻ പേപ്പർ സപ്ലൈ ചെയ്യുന്നതും അക്സെപ്റ്റ് ചെയ്യുന്നതും റിട്ടേണിംഗ് ഓഫീസറാണ്. എല്ലാ കാൻഡിഡേറ്റും നോമിനേഷൻ പേപ്പർ ഫോം നമ്പർ 36 റിട്ടേണിംഗ് ഓഫീസർക്ക് സമർപ്പിച്ചിരിക്കണം. നോമിനേഷൻ പേപ്പറിൽ കാൻഡിഡേറ്റും മെമ്പേഴ്സ് ലിസ്റ്റിലുള്ള 2 മെമ്പേഴ്സും സൈൻ ചെയ്തിരിക്കണം. നോമിനേഷൻ വാങ്ങിയതിൻ്റെ അക്നോളജ്മെൻറ്റ് നൽകുന്നത് ഫോം നമ്പർ 37
നോമിനേഷൻ പേപ്പർ റിട്ടേണിംഗ് ഓഫീസർ പരിശോധിക്കുകയും വ്യക്തമായ എന്തെങ്കിലും കാരണമുണ്ടെങ്കിൽ നോമിനേഷൻ നിരസിക്കുകയും ചെയ്യാവുന്നതാണ്. ഈ ഫൈനൽ ലിസ്റ്റ് ഓഫ് നോമിനേഷൻ സൊസൈറ്റിയുടെ നോട്ടീസ് ബോർഡിൽ കാൻഡിഡേറ്റിൻ്റെ നെയിമും അഡ്രസ്സും അടക്കം പബ്ലിഷ് ചെയ്യുന്നതാണ്. റിട്ടേണിംഗ് ഓഫീസർ കാൻഡിഡേറ്റ്സിൻ്റെ ലിസ്റ്റ് ഇലക്ടറൽ ഓഫീസർക്ക് കൈമാറും. അതായത് പ്രിൻറ്റിംഗ് ബാലറ്റ് പേപ്പർ പ്രിൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കാൻഡിഡേറ്റ്സിൻ്റെ ലിസ്റ്റ് റിട്ടേണിംഗ് ഓഫീസർ ഇലക്ടറൽ ഓഫീസർക്ക് കൈമാറും. ഇലക്ടറൽ ഓഫീസറുടെ ചുമതലയാണ് ബാലറ്റ് പേപ്പർ തയ്യാറാക്കുന്നത്. തയ്യാറാക്കിയതിന് ശേഷം റിട്ടേണിംഗ് ഓഫീസർക്ക് കൈമാറുകയും റിട്ടേണിംഗ് ഓഫീസറാണ് ബാലറ്റ് പേപ്പർ സൂക്ഷിക്കുന്നത്. അപ്പോൾ ഇലക്ടറൽ ഓഫീസറുടെ ചുമതലയാണ് ബാലറ്റ് പേപ്പർ പ്രിൻറ്റ് ചെയ്യുക എന്നത്. നേരത്തെ പറഞ്ഞു, പ്രിലിമിനറി വോട്ടേഴ്സ് ലിസ്റ്റ് തയ്യാറാക്കുന്നതും ഒബ്ജക്ഷൻ വയ്ക്കുന്നതും ഫൈനൽ വോട്ടേഴ്സ് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യുന്നതും ഇലക്ടറൽ ഓഫീസറുടെ ചുമതലയാണെന്ന്. ഇപ്പോൾ ബാലറ്റ് പേപ്പറും പ്രിൻറ്റ് ചെയ്യുന്നതും ഇലക്ടറൽ ഓഫീസറുടെ ചുമതലയാണ്. ഇനി ഈ റിട്ടേണിംഗ് ഓഫീസർ ആവശ്യമായ പോളിംഗ് ബൂത്തുകൾ അറേഞ്ച് ചെയ്യുകയും അതിലേക്ക് വേണ്ട പോളിംഗ് ഓഫീസർമാരെയും കൗണ്ടിംഗ് ഓഫീസർമാരെയും അപ്പോയിൻറ്റ് ചെയ്യുകയും ചെയ്യും. 1200 വോട്ടേഴ്സിന് ഒരു പോളിംഗ് ബൂത്ത് എന്ന നിലയിലാണ് പോളിംഗ് ബൂത്തുകൾ അറേഞ്ച് ചെയ്യുന്നത്. വോട്ട് എണ്ണുന്നത് റിട്ടേണിംഗ് ഓഫീസറുടെ മേൽനോട്ടത്തിലായിരിക്കും. അതുമാത്രമല്ല, ഇലക്ഷൻ്റെ റിസൾട്ട് പ്രഖ്യാപിക്കുന്നതും റിട്ടേണിംഗ് ഓഫീസറായിരിക്കും. റിട്ടേണിംഗ് ഓഫീസർ സൊസൈറ്റിയുടെ നോട്ടീസ് ബോർഡിൽ ഇലക്ഷൻ റിസൾട്ട് പ്രസിദ്ധീകരിക്കുകയും സൊസൈറ്റിയുടെ മിനിറ്റ്സ് ബുക്കിൽ റിസൾട്ട് എഴുതി സൈൻ ചെയ്യുകയും ചെയ്യും. ഇനി യൂസ് ചെയ്തതും അൺയൂസ്ഡായുമായ ബാലറ്റ് പേപ്പറുകൾ റിട്ടേണിംഗ് ഓഫീസർ സെക്രട്ടറിക്ക് കൈമാറും. സെക്രട്ടറി ഇത് ഇലക്ഷൻ കഴിഞ്ഞ് 3 മാസത്തേക്ക് സൂക്ഷിച്ചു വെക്കുകയും ചെയ്യും. സെക്രട്ടറിയുടെ ചുമതലയാണ് യൂസ്ഡ് ആൻഡ് അൺയൂസ്ഡ് ബാലറ്റ് പേപ്പറുകൾ കസ്റ്റഡിയിൽ സൂക്ഷിക്കുക എന്നത്. ഇനി റൂൾ 35C ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഓഫ് സർവീസ് ഓഫ് ദ സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ഇലക്ഷൻ കമ്മീഷൻ. റൂൾ 35D പ്രൊസീജിയർ റിഗാർഡിംഗ് കണ്ടക്ട് ഓഫ് ഇലക്ഷൻ ഇൻ ദ കേസ് ഓഫ് DCBയുടെ കേസിലെ ഇലക്ഷൻ്റെ കണ്ടക്ട് ചെയ്യുന്നതിന് പ്രൊസീജിയറിനെ കുറിച്ചാണ് റൂൾ 35Dയിൽ പറയുന്നത്. ഇനി റൂൾ 35Eയിൽ പ്രൊസീജിയർ ഫോർ പേയ്മെൻറ്റ് ഓഫ് ഇലക്ഷൻ ഫീ ആണ് പറയുന്നത്. ഇലക്ഷൻ ഫീയുടെ പേയ്മെൻറ്റിനെ കുറിച്ചാണ് റൂൾ 35Eയിൽ പറയുന്നത്. ഇനി അപ്പക് സൊസൈറ്റി ആണെങ്കിൽ 5000 രൂപയാണ് ഇലക്ഷൻ ഫീ. സെൻട്രൽ ഫെഡറൽ സൊസൈറ്റികളാണെങ്കിൽ 3000 രൂപയും ക്രെഡിറ്റ് സൊസൈറ്റീസ് ഹൗസിംഗ് സൊസൈറ്റീസ് ആണെങ്കിൽ 2000 രൂപയുമാണ് ഫീ. മറ്റ് സൊസൈറ്റികൾക്ക് 1000 രൂപയാണ് ഫീ. ചില സൊസൈറ്റികളെ ഇലക്ഷൻ ഫീയിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട്. ഫസ്റ്റ് വൺ, ഓൾ പ്രൈമറി കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ഓഫ് വിച്ച് ഓൾ ഓർ മജോറിറ്റി ഓഫ് ദ മെമ്പേഴ്സ് ആർ ബിലോങ്ങിങ് ടു SC ST ഓർ സൊസൈറ്റീസ് ഓർഗനൈസ്ഡ് ഫോർ ദ വെൽഫെയർ ഓഫ് ഫിസിക്കലി ഡിസേബിൾഡ് പേഴ്സൺസ്. ഫിസിക്കലി ഡിസേബിൾഡ് പേഴ്സൺസിൻ്റെ വെൽഫെയറിന് വേണ്ടിയിട്ട് ഓർഗനൈസ് ചെയ്തിട്ടുള്ള സൊസൈറ്റികൾ, അല്ലെങ്കിൽ ഒരു പ്രൈമറി കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ അംഗങ്ങളിൽ കൂടുതലും SC ST ആയിട്ടുള്ള സൊസൈറ്റികൾ, അങ്ങനെയുള്ള സൊസൈറ്റികളെ ഇലക്ഷൻ ഫീയിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട്. പിന്നെ എല്ലാ സ്കൂൾ സൊസൈറ്റികളും, ഓൾ സ്കൂൾ സൊസൈറ്റീസ്. നെക്സ്റ്റ്, എനി സൊസൈറ്റി ഫോർ ദ ഫസ്റ്റ് ഇലക്ഷൻ. എല്ലാ സൊസൈറ്റികളുടെയും ആദ്യ ഇലക്ഷനെ ഇലക്ഷൻ ഫീയിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട്. ഇഫ് എ ക്യാഷ്വൽ വേക്കൻസി ഓഫ് ദ ഓഫീസ് ബെയറർ സച്ച് ആസ് പ്രസിഡൻറ്റ്, വൈസ് പ്രസിഡൻറ്റ് ഓർ എനി അതർ ഓഫീസർ ഈസ് അറൈസ്ഡ്, ദ കമ്മിറ്റി ഇൻ ഓഫീസ് ഷാൾ റിക്വസ്റ്റ് ദ സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ഇലക്ഷൻ കമ്മീഷൻ വിത്തിൻ 15 days ഓഫ് അറൈസിംഗ് സച്ച് വേക്കൻസി. പ്രസിഡൻറ്റ്, വൈസ് പ്രസിഡൻറ്റ് തുടങ്ങിയ ഓഫീസർമാരുടെ വേക്കൻസി വരികയാണെങ്കിൽ വേക്കൻസി വന്ന ഡേറ്റ് മുതൽ 15 ദിവസത്തിനുള്ളിൽ സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ഇലക്ഷൻ കമ്മീഷനിൽ റിക്വസ്റ്റ് ചെയ്തിരിക്കണം. ഇലക്ഷൻ നടത്താൻ വേണ്ടിയിട്ട് റിക്വസ്റ്റ് ചെയ്തിരിക്കണം. ദ ഇലക്ഷൻ കമ്മീഷൻ ഷാൾ അപ്പോയിൻറ്റ് എ പ്രിസൈഡിംഗ് ഓഫീസർ വിത്തിൻ 7 days ഫ്രം ദ ഡേറ്റ് ഓഫ് ദ റെസിപ്റ്റ് ഓഫ് റിക്വസ്റ്റ് ടു കണ്ടക്ട് ഇലക്ഷൻ ടു ദ ക്യാഷ്വൽ വേക്കൻസി ഓഫ് ദ ഓഫീസ് ബെയറർ. ഈ റിക്വസ്റ്റ് ലഭിച്ചിട്ട് 7 ദിവസത്തിനുള്ളിൽ ഇലക്ഷൻ കണ്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പ്രിസൈഡിംഗ് ഓഫീസറെ ഇലക്ഷൻ കമ്മീഷൻ നിയമിക്കും. ദ പ്രിസൈഡിംഗ് ഓഫീസർ സോ അപ്പോയിൻറ്റഡ് ഷാൾ കൺവീൻ ദ മീറ്റിംഗ് ഓഫ് ദ കമ്മിറ്റി മെമ്പേഴ്സ് വിത്തിൻ 7 days ഓഫ് ഹിസ് അപ്പോയിൻമെൻറ്റ്.
പ്രിസൈഡിംഗ് ഓഫീസറെ അപ്പോയിൻറ്റ് ചെയ്ത 7 ദിവസത്തിനുള്ളിൽ കമ്മിറ്റി മെമ്പേഴ്സിൻ്റെ മീറ്റിംഗ് വിളിച്ചു കൂട്ടിയിരിക്കണം. The dispute arising in connection with the election of the board of management or an officer of the society shall be entertained by the cooperative arbitration court if it is referred to it within 1 month from the date of election. ഇലക്ഷനുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും തർക്കങ്ങൾ, എന്തെങ്കിലും ഡിസ്പ്യൂട്ട് ഉണ്ടെങ്കിൽ 1 മാസത്തിനുള്ളിൽ കോപ്പറേറ്റീവ് ആർബിട്രേഷൻ കോർട്ട് മുമ്പാകെ ഫയൽ ചെയ്തിരിക്കണം.